സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഫ്രഷ് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക കൊണ്ടൊരു അടിപൊളി ഒരു കോവയ്ക്ക മസാല നമുക്ക് തയ്യാറാക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അതിൽ തന്നെ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഓരോ കോവയ്ക്കും നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ കോവയ്ക്ക കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ തയ്യാറാക്കാറുണ്ട്. അച്ചാറിടാറുണ്ട്, അതുപോലെ തോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ ഫ്രൈ, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് കോവയ്ക്ക കൊണ്ട് നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഇത് വേറെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുമോ. കോവയ്ക്കൊക്കെ ഇഷ്ടം പോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇനി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് 3/4 ടീസ്പൂൺ അത്രയ്ക്കും വേണ്ട, കുറച്ചോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു മുറത്തിലേക്ക് പരത്തിയിട്ട് കൊടുക്കാം. ഒന്നിനും ഇത് ഒന്നായിട്ട് കിടക്കാതെ എല്ലാതും ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കണം. ആ കുരുള്ള ഭാഗം ഉണ്ടല്ലോ, ഉൾഭാഗം, അത് മലർത്തി വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഒരു 2 വെയിൽ കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് ഒരു 80% പോയിട്ടുണ്ടാവും. അങ്ങനെ നല്ല വെയിലത്ത് ഇത് പരത്തി ഇങ്ങനെ മലർത്തി വെച്ചിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. നല്ല വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു വെയിൽ കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസവും ഇതുപോലെ തന്നെ ഒന്ന് വെയിൽ കൊള്ളിക്കാം. അപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, അധികം ഉണക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണക്കിയെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി, അതാണ് നല്ലത്, ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1.5 to 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ മൂപ്പിക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സവാള കുത്തിയരിഞ്ഞത്, 1-2 പച്ചമുളക് കുത്തിയരിഞ്ഞത്, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി കുത്തിയരിഞ്ഞത്, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി, മീഡിയം സൈസ് വെളുത്തുള്ളി കുത്തിയരിഞ്ഞത്, പിന്നെ 2 തണ്ട് വേപ്പില. ഇങ്ങനെ ഉരിഞ്ഞിടാണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടതുള്ളൂ, ഉരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ്, അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാളയ്ക്ക് ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണക്കി വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കോവയ്ക്ക ഉണക്കുമ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അറിയാതെ വീണ്ടും ഉപ്പ് ചേർത്ത് പോകണ്ട. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വശങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒതുക്കി മൂടി വയ്ക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച് ആ ചെറിയ ഫ്ലെയിമിൽ കുക്കാവട്ടെ. 2 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. തക്കാളി ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ ഒരു ചെറിയ പുളിയും, പിന്നെ നമ്മൾ കോവയ്ക്ക് ഉണക്കാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്തിരുന്നു. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, അതിൻ്റെയൊക്കെ ആ ഫ്ലേവർ എല്ലാം കൂടെ ഒന്നിച്ച് അത് യോജിച്ച് കിട്ടിക്കോളും. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തണ്ടും കൂടെ വേപ്പില ചേർക്കുന്നുണ്ട്. വേപ്പില എത്ര വേണമെങ്കിലും വീട്ടിലുള്ളതാണെങ്കിൽ കൂടുതൽ ചേർത്താലും ഒരു കുഴപ്പമില്ല, കാരണം എനിക്ക് വീട്ടിൽ ഇഷ്ടംപോലെ വേപ്പിലയുണ്ട്. ഞാൻ എല്ലാത്തിലും നല്ലോണം വേപ്പില ചേർക്കും, പേടിക്കണ്ടല്ലോ. അപ്പോൾ വേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ
കോവയ്ക്കയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു കോവയ്ക്ക മസാലയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പോൾ വെയിലിപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ തല്ലാൻ വരരുത്. വെയിലൊക്കെ പോയി, ഇപ്പോൾ മഴയായി. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഉണക്കൽ അതിൽ വേണമെങ്കിൽ ചെയ്യാം. ഇനി എയർ ഫ്രയറും ഇല്ല വെയിലും ഇല്ലെങ്കിൽ ഒരു ഫ്രൈങ് പാനിലോ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം മൂപ്പിക്കാതെ ഫ്രൈ ചെയ്യണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കോവയ്ക്ക മസാല നമുക്ക് റെഡിയാക്കാം. മിക്ക വീടുകളിലും കോവയ്ക്ക ഉണ്ടാവും, കാരണം ഇത് വലിയ കേടൊന്നും ഇല്ലാത്തൊരു വെജിറ്റബിളാണ്, നല്ലോണം ഉണ്ടായിക്കോളും. നമുക്ക് പിന്നെ മാർക്കറ്റിലാണെങ്കിലും കിട്ടാനൊരു പ്രയാസമില്ലാത്ത വെജിറ്റബിളാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.